സ്റ്റോറി സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഖലീൽ ജിബ്രാൻ എഴുതിയ ഏതാനും നുറുങ്ങു കഥകൾ കേൾക്കാം. ഒരിക്കൽ നന്മയും തിന്മയും മലമുകളിൽ വെച്ച് കണ്ടുമുട്ടി. നന്മ ആശംസകൾ നേർന്നു. തിന്മ മറുപടിയൊന്നും പറഞ്ഞില്ല. നന്മ ചോദിച്ചു, അങ്ങെന്താണ് അസ്വസ്ഥനായിരിക്കുന്നത്? അതെ, ഈയിടെയായി ഞാൻ പലപ്പോഴും നിങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. നിങ്ങളുടെ പേരിൽ വിളിക്കപ്പെടുന്നു. നിങ്ങളെപ്പോലെ കണക്കാക്കപ്പെടുന്നു. ഇതെന്നെ ഒട്ടും സന്തോഷിപ്പിക്കുന്നില്ല. തിന്മ വ്യക്തമാക്കി. ഞാനും അങ്ങായി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അങ്ങയുടെ പേരിൽ വിളിക്കപ്പെടുന്നുമുണ്ട്. നന്മ പ്രതിവചിച്ചു. മനുഷ്യൻ്റെ മണ്ടത്തരങ്ങളെ ശപിച്ചുകൊണ്ട് തിന്മ നടന്നകന്നു. അടുത്ത കഥ. ഭ്രാന്തൻ. ഭ്രാന്താലയത്തിലെ പൂന്തോട്ടത്തിലാണ് ഞാൻ ആ യുവാവിനെ കണ്ടത്. വിളറിയ എന്നാൽ വിസ്മയം നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ മുഖത്തോടു കൂടിയവൻ. നീ ആരാണ്? അവന് സമീപത്ത് ആ ബെഞ്ചിലിരുന്നിട്ട് ഞാൻ ചോദിച്ചു. പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണത്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അത്ഭുതത്തോടെ എന്നെ നോക്കിക്കൊണ്ട് അവൻ മറുപടി പറഞ്ഞു. അച്ഛന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായയാകണം. അമ്മാവന് ഞാൻ അദ്ദേഹത്തെ പോലെയാകണം. അമ്മയ്ക്ക് എന്നെ അവരുടെ മഹാനായ പിതാവിനെ പോലെയാക്കണം. എൻ്റെ അനുജത്തിക്കോ സാഹസികനും നാവികനുമായ അവളുടെ ഭർത്താവിനെ ഞാൻ മാതൃകയായി സ്വീകരിക്കണം. ഞാനും അവനെപ്പോലെ ഒരു മികച്ച കായികാഭ്യാസിയാകണമെന്നാണ് എൻ്റെ സഹോദരൻ കരുതുന്നത്. എൻ്റെ അധ്യാപകരായ തത്വചിന്താ പ്രൊഫസർക്കും സംഗീത വിദ്വാനും താർക്കികനുമൊക്കെ ഞാൻ മുഖക്കണ്ണാടിയിലെ അവരുടെ പ്രതിബിംബങ്ങളെപ്പോലെയാകണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ എനിക്ക് കൂടുതൽ സ്വബോധമുള്ളവനായി തീരുവാനാവുന്നു. ഇവിടെ എനിക്ക് ഞാനെങ്കിലുമായിരിക്കാം. പക്ഷേ നിങ്ങളെന്താണ് ഇവിടെ വന്നത്? പെട്ടെന്ന് എൻ്റെ നേർക്ക് തിരിഞ്ഞ് അവൻ ചോദിച്ചു. വിദ്യാഭ്യാസവും ഉപദേശങ്ങളുമൊക്കെ തന്നെയാണോ നിങ്ങളെയും ഇവിടേക്ക് പായിച്ചത്? അല്ല, ഞാൻ പറഞ്ഞു. ഞാൻ ഒരു സന്ദർശകൻ മാത്രമാണ്. ഓ, അലസഭാവത്തിൽ എന്നെ നോക്കിയിട്ട് അവൻ ചോദിച്ചു. അപ്പോൾ മതിലിനപ്പുറത്തെ ഭ്രാന്താലയത്തിൽ വസിക്കുന്നവരിൽ ഒരാളാണ് നിങ്ങൾ, അല്ലേ? മറ്റൊരു കഥ. കാഴ്ച. ഒരു ദിവസം കണ്ണ് പറഞ്ഞു, ഈ താഴ്വരയ്ക്കൊപ്പം ഇരുണ്ട പൊടിപടലങ്ങൾ പുരണ്ട ആ നീല പർവ്വതങ്ങൾ എത്ര മനോഹരമാണ്. ചെവി അതുകേട്ട് അല്പമൊന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. പർവ്വതം എവിടെ? എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. കൈ പറഞ്ഞു. തൊടുവാനോ എനിക്ക് അനുഭവിക്കാനോ കഴിയുന്നില്ല. എനിക്കൊരു മലയും കിട്ടുന്നില്ല. മൂക്ക് പറഞ്ഞു. ഇവിടെ ഒരു മലയുമില്ല. എനിക്കതിൻ്റെ ഗന്ധവുമില്ല. കണ്ണ് തിരിഞ്ഞു നോക്കി. അതിനെപ്പറ്റി മൂവരും അത്ഭുതകരമായി ചർച്ച ചെയ്തു. അവർ പറഞ്ഞു, കണ്ണിനെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. മറ്റൊരു കഥ. 20 കുതിരക്കാരും 20 വേട്ടപ്പട്ടികളും ഒരു കുറുക്കനെ വേട്ടയാടുകയാണ്. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, തീർച്ചയായും ഇവരെന്നെ കൊല്ലും. പക്ഷേ എത്രമാത്രം മോശക്കാരാണിവർ. 20 ചെന്നായ്ക്കളുടെ അകമ്പടിയോടെ 20 കഴുതകളുടെ പുറത്ത് സവാരി ചെയ്യുന്ന 20 കുറുക്കന്മാർ വേണോ ഒരൊറ്റ മനുഷ്യനെ വേട്ടയാടാനും കൊല്ലാനും? ഞാൻ അത്രയൊന്നും അർഹിക്കുന്നില്ല. മറ്റൊരു കഥ. അവരുണരുമ്പോൾ എന്നോട് പറയുന്നു, നീയും നീ ജീവിക്കുന്ന ലോകവും അനന്തമായ സാഗരത്തിൻ്റെ അനന്തമായ തീരത്തിലെ ഒരു മണൽത്തരി മാത്രം. ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ അവരോട് മറുപടി പറയും, അനന്തമായ ആ സാഗരം ഞാനാണ്. എല്ലാ ലോകങ്ങളും എൻ്റെ തീരത്തിലുള്ള മണൽത്തരികൾ മാത്രം.